ഏവർക്കും നമസ്കാരം. ശുഭകരമാകട്ടെ, ദിനം സന്തോഷകരമാകട്ടെ, സൗഖ്യകരമാകട്ടെ, അനുഭവങ്ങളും അനുഭൂതികളും നമ്മേവരെയും നയിക്കുമാറാകട്ടെ. മെറ്റാബോളിസം മൂലമുണ്ടാകുന്ന രോഗങ്ങൾ, പ്രമുഖമായിട്ടുള്ള രോഗങ്ങൾ ഈ ഡയബറ്റീസ് പോലുള്ള കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ ശ്രദ്ധിക്കാതെ പോകുന്ന ചില രോഗങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ പ്രതിപാദിച്ചു വരുന്നത്, ചില ബുദ്ധിമുട്ടുകളെ കുറിച്ച്. അപ്പൊ അതില് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഡൈജസ്റ്റീവ് ഗ്യാസസിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുന്നത് ഇവിടെ എങ്ങനെയാണ്: ഇംബാലൻസ്ഡ് മെറ്റാബോളിസം കോസസ് ഡൈജസ്റ്റീവ് ഗ്യാസസ് ലീഡിംഗ് ടു ബ്ലോട്ടിംഗ്, ഡിസ്കംഫർട്ട്, പെയിൻ ആൻഡ് ഫാറ്റിഗ്. വാതകോപവും ചയാപചയ പ്രവർത്തനവും. കൂടുതൽ അളവിൽ ദഹനവാതകങ്ങൾ വയറ്റിലും കുടലിലും അടിഞ്ഞുകൂടുമ്പോൾ വയറുവീർക്കൽ, അസ്വസ്ഥത, ഏമ്പക്കം, വിവിധ ഭാഗങ്ങളിൽ ശരീരവേദന എന്നിവ ഉണ്ടാകുന്ന അവസ്ഥയാണ് വാതകോപം. ചയാപചയ എൻസൈമുകളും ഹോർമോണുകളും അസന്തുലിതമായിരിക്കുമ്പോൾ വിഘടനം മന്ദഗതിയിലാകുന്ന ഭക്ഷണം കുടലിൽ തങ്ങി നിന്നുണ്ടാകുന്ന അസ്വാഭാവികതയാണ് വാതകോപത്തിന് കാരണം. ഇത് ഭക്ഷണാനന്തര ക്ഷീണത്തിനും ശരീരവേദനകൾക്കും തുടർച്ചയായി ഉണ്ടാകുമ്പോൾ ദഹനക്കൂടുതലിനും ഭാരക്കൂടുതലിനും കാരണമാകും. ഇത് മറികടക്കാൻ ശുദ്ധഭക്ഷണം, ക്രമിത ഭക്ഷണം, മതിയായ ജലാംശം, സാവധാനം ചവച്ചരയ്ക്കൽ, ദഹന വിശ്രമം, ശാരീരിക സജീവത എന്നിവ ശീലിക്കണം. അപ്പോ ഈ ഗ്യാസ് ട്രബിൾ എന്നുള്ളത് കാലങ്ങളായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു പ്രശ്നമാണ്. ഗ്യാസ് ട്രബിൾ എന്ന് പറയുമ്പോൾ സാധാരണ രീതിയിൽ ഈ മുകളിലൂടെയോ താഴെയോടെ ഗ്യാസ് പോകുന്നത് ആണ് എന്നാണ് പലപ്പോഴും നമ്മൾ ധരിക്കുക. പക്ഷെ ചെറുപ്പത്തിലൊക്കെ ഞാൻ അങ്ങനെയാണ് ധരിച്ചിരുന്നത്. പിന്നീടാണ് മനസ്സിലായത് അത് ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ, അതായത് കുടലുമായിട്ട് നേരിട്ട് ബന്ധമില്ലാത്ത പല ഭാഗങ്ങളിലും ഉള്ള മൂവ്മെന്റുകളെ അത് തടസ്സപ്പെടുത്തുകയോ പ്രഷർ കൂട്ടുകയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. പല ഭാഗങ്ങളിലുള്ള പ്രഷർ കൂട്ടുകയോ ചെയ്തിട്ടുണ്ട്. പല ഭാഗങ്ങളും ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ മുട്ടിന്, അങ്ങനെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് വേദനകൾ ഉണ്ടാക്കുന്ന ഒരവസ്ഥ നമുക്ക് അനുഭവം വരാറുണ്ട്. ഇതിന്റെ ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് ദഹനവാതകങ്ങൾ വയറ്റിലും കുടലിലും അടിഞ്ഞുകൂടുമ്പോഴാണ്. അല്ലെങ്കിൽ അങ്ങനെ അടിഞ്ഞുകൂടുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഡൈജസ്റ്റീവ് എൻസൈംസ് ഉണ്ടല്ലോ, ശരീരത്തിനകത്തേക്ക് കിടക്കുന്ന ഡൈജസ്റ്റീവ് എൻസൈംസ്, ഇവയുടെ അതുപോലെ അതിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഹോർമോണുകൾ, ഇത് ഇംബാലൻസ്ഡ് ആവുമ്പോഴാണ്. എങ്ങനെയാണ് ഈ ഡൈജസ്റ്റീവ് ഗ്യാസസും എൻസൈംസും ഇംബാലൻസ്ഡ് ആവുന്നത്? അത് മെറ്റാബോളിക് ഇഷ്യൂസ് ഉണ്ടാകുമ്പോഴാണ്. മെറ്റാബോളിക് പ്രോബ്ലം അതൊരു സ്ട്രക്ചറൽ പ്രോബ്ലമാണ്. ആ സ്ട്രക്ചറൽ പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിന്റെ ഭാഗമായിട്ട് മെറ്റാബോളിസം കൃത്യമായിട്ട് നടക്കാതെ ആവുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ സപ്ലൈസ് കൃത്യമായിട്ട് നടക്കാതെ വരും എന്ന് വെച്ച് കഴിഞ്ഞാൽ നടക്കേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥയോ അത് തടസ്സപ്പെടുന്ന ഒരവസ്ഥയോ വരും. അത് സ്വാഭാവികമായിട്ടും ഇതൊരു ഹോളിസ്റ്റിക് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഈ മെറ്റാബോളിസത്തിന്റെ ഫാക്ടറി ആയിട്ടുള്ള, മെറ്റാബോളിസം നടക്കുന്ന സെല്ലുകളിലാണെങ്കിൽ അതിന്റെ സപ്ലൈ ഫാക്ടറി ആയിട്ടുള്ള, സ്റ്റോർ ആയിട്ടുള്ള ഡൈജസ്റ്റീവ് സിസ്റ്റത്തില് അവിടെ തകരാറുണ്ടാവും. അപ്പോ അവിടുത്തെ കൺട്രോളിങ് സിഗ്നൽസ് ആകുന്ന ഈ ഡൈജസ്റ്റീവ് എൻസൈമുകളും ഹോർമോണുകളും ഇംബാലൻസ്ഡ് ആവും. അപ്പോ ഇതൊരു ഹോളിസ്റ്റിക് സിസ്റ്റം ആണ്. ഒരു സ്ട്രക്ചറൽ ചാലഞ്ചാണ് ഇവിടെ വന്നു ചേരുന്നത്. അതായത് മെറ്റാബോളിസം തകരാറിലാകുമ്പോൾ മെറ്റാബോളിസത്തിന് കൺട്രോൾ ചെയ്യുന്ന ഹോർമോണുകളും എൻസൈമുകളും തകരാറിലാവും. അത് നാച്ചുറലി ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്കുള്ള സപ്ലൈസിനെ സ്റ്റോപ്പ് ചെയ്യും. അപ്പൊ സ്വാഭാവികമായിട്ടും ഡൈജസ്റ്റീവ് എൻസൈമുകൾ കൃത്യമായിട്ട് സെക്രീറ്റ് ചെയ്യാതെ വരും. അങ്ങനെ വരുമ്പോൾ കഴിക്കുന്ന ഭക്ഷണം എന്ന് പറയുന്നതിനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാൻ അത് കഴിയാതെ വരികയോ, അത് അവിടെ ഭക്ഷണത്തിന് നമ്മൾ കുറവൊന്നും വരുത്തുന്നില്ലല്ലോ. അപ്പോൾ അവിടെ ചെല്ലുന്ന ഭക്ഷണത്തിന് ശരിയായ രീതിയിൽ ഡൈജഷൻ നടക്കാതെ വരികയും അതവിടെ അടിഞ്ഞുകൂടി, ദഹിക്കാത്ത ഭക്ഷണം അവിടെ കുടിഞ്ഞുകൂടിയിട്ട് വയറ് വീർക്കൽ, അസ്വസ്ഥത, ഏമ്പക്കം തുടങ്ങിയ കാര്യങ്ങളും പിന്നെ അതിന്റെ അനുബന്ധമായിട്ട് പിന്നെ വരുന്ന ഒരുപാട് ശാരീരിക ബുദ്ധിമുട്ടുകളും പല ഭാഗങ്ങളിലും പെയിനും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉണ്ടാവും. ഇത് മാത്രമല്ല, ഇത് ഭക്ഷണത്തിന് ശേഷമുള്ള ക്ഷീണത്തിന് വലിയ കാരണമാകും. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം അവിടെ കിടന്നിട്ടുണ്ടാവുന്ന അസ്വസ്ഥത ഉണ്ടാവുന്ന ക്ഷീണത്തിന് കാരണമാകും, ശരീരവേദനകൾക്ക് കാരണമാകും. പിന്നെ തുടർച്ചയായിട്ട് ഇതിങ്ങനെ സംഭവിക്കുന്ന സമയത്ത് ഭാരക്കൂടുതൽ പോലുള്ള മറ്റു പ്രശ്നങ്ങൾ, മറ്റു പല ഭാഗങ്ങളിലുമുള്ള ബ്ലോക്കുകൾ തുടങ്ങിയ കാര്യങ്ങൾക്ക് കാരണമാകും. അപ്പൊ ഇതിനെ മറികടക്കാൻ ഈ ഡൈജസ്റ്റീവ് ഗ്യാസസിന്റെ ഒരു കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ശുദ്ധമായ ഭക്ഷണം കഴിക്കുക,
ക്രമിതമായ ഭക്ഷണം കഴിക്കുക, മതിയായ ജലാംശം ഉണ്ടാവുക, സാവധാനം ചവച്ചരയ്ക്കുക, ദഹനത്തിന് വിശ്രമം നൽകുക, ശാരീരിക സജീവത എന്നിവ ശീലിക്കണം. അതുപോലെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് മാനസികമായിട്ടുള്ള സന്തുലിതാവസ്ഥ എന്ന് പറയുന്നത്. ഈ മാനസിക സന്തുലിതാവസ്ഥ എന്ന് പറയുന്ന ഒന്ന് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ മെറ്റാബോളിസത്തിന്റെ കാര്യം സംസാരിക്കുന്ന സമയത്ത് നമ്മൾ കൃത്യമായിട്ട് സംസാരിച്ചാണ് മെന്റൽ കാംനെസ് എന്നുള്ളതുണ്ടെങ്കിൽ മാത്രമാണ് ഡൈജസ്റ്റീവ് പ്രോസസ്സ് കൃത്യമായിട്ട് നടക്കുക. അപ്പോൾ മെന്റൽ കാംനെസ് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഈ പ്രോസസ്സുകളെല്ലാം തന്നെ, ഇപ്പൊ ഭക്ഷണം നമ്മളെല്ലാം കൃത്യമായിട്ട് കഴിച്ചാലും, ക്രമിതമായി ഭക്ഷണം കഴിച്ചാലും, മതിയായ ജലാംശം ഉണ്ടെങ്കിലും, സാവധാനം ചവച്ചരച്ച് കഴിഞ്ഞാലും ഒക്കെ മെന്റൽ ബാലൻസ് ക്ലിയർ അല്ലെങ്കിൽ മെന്റൽ പീസ് ക്ലിയർ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോ പലപ്പോഴും ഈ ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് വരുന്നതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്, മറ്റുള്ളതെല്ലാം സാധാരണ രീതിയിൽ കൊണ്ടുപോയി ശീലിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവിടെ അസ്വാഭാവികമായിട്ട് ഇത്തരം പ്രശ്നങ്ങൾ വരുന്നത് വെച്ചാൽ മെന്റൽ ഇംബാലൻസ് ആണ്. അപ്പോൾ ഇമോഷണൽ ഇംബാലൻസ് വരുന്ന സമയത്ത്, മെന്റൽ ഇംബാലൻസ് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എല്ലാം ശരിയാണെങ്കിൽ പോലും ഇതെല്ലാം തന്നെ അബ്നോർമൽ ആയിട്ട് മാറുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഇതെല്ലാം മെറ്റാബോളിക് ഡിസോർഡറിലേക്കും, ആ മെറ്റാബോളിക് ഡിസോർഡർ എന്നുള്ളത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്റെ ടോട്ടൽ ഫംഗ്ഷനിലേക്കും, അത് ഈ ഡൈജസ്റ്റീവ് ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിലേക്കും ചെന്ന് ചേരുകയാണ് ചെയ്യുക. അപ്പോൾ മനസ്സിനെ ശാന്തമാക്കി സൂക്ഷിക്കുക എന്നുള്ളത് മുഖ്യമായി ചെയ്യേണ്ടത്. ബാക്കിയുള്ളത് ശുദ്ധഭക്ഷണം, ക്രമിത ഭക്ഷണം, മതിയായ ജലാംശം, സാവധാനം ചരച്ചേക്കൽ, ദഹന വിശ്രമം, അതുപോലെ തന്നെ ശാരീരികമായിട്ട് സജീവമായിരിക്കുക എന്നുള്ളതാണ്. ദഹന വിശ്രമം എന്നുള്ളത് നിങ്ങൾക്ക് അറിയുമായിരിക്കും. ദഹന വിശ്രമം എന്ന് പറയുന്നത് ഒരു തവണ ദഹിച്ചതിന് ശേഷം അടുത്ത ഭക്ഷണം വരെ ഇടയിലൊന്നും കൊടുക്കാതിരിക്കുക. അടുത്ത ഭക്ഷണത്തിന്റെ ഇടയിൽ തന്നെയും ഈ കഴിച്ച ഭക്ഷണത്തിനനുസരിച്ചുള്ള മതിയായ സമയം കൊടുക്കുക. അപ്പൊ ഉദാഹരണത്തിന് ഒരു ഫ്രൂട്ടാണ് കഴിക്കുന്നതെങ്കിൽ ആ ഫ്രൂട്ട് ദഹിക്കാൻ ആവശ്യമായിട്ട് ദഹനത്തിന്റെ 3 ഘട്ടങ്ങളിലൂടെയും കടന്നുപോയി അത് ദഹിക്കാൻ ആവശ്യമായിട്ടുള്ള 4-6 മണിക്കൂർ നൽകണം. ഫ്രൂട്ടിന് തന്നെ എത്ര നൽകുന്ന സമയത്ത് നമ്മൾ ചോറ് പോലുള്ള കാര്യങ്ങൾ കഴിക്കണമെങ്കിൽ 8-10 മണിക്കൂർ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം അടുത്ത ഭക്ഷണം കഴിക്കാവൂ. അല്ലാതെ കഴിക്കുന്നതെല്ലാം തന്നെ ഈ വക പ്രശ്നങ്ങളിലേക്ക് ചെല്ലുകയും അത് സ്ഥിരമായിട്ടുള്ള ഒരു സ്ട്രക്ചറൽ ഡിസോർഡറിലേക്ക് കൊണ്ടെത്തിക്കുകയും ചെയ്യും. അപ്പോൾ ശ്രദ്ധിക്കുക, മെന്റൽ സ്റ്റേറ്റ് മുതൽ ഭക്ഷണ രീതി, ജീവിതശൈലി എല്ലാം തന്നെ, നമ്മുടെ സജീവത, ഇവയെല്ലാം തന്നെ ഗ്യാസ്ട്രിക് പ്രോബ്ലത്തിന് കാരണമാകുന്നുണ്ട്. അപ്പോൾ മെറ്റാബോളിസവും ഗ്യാസ്ട്രിക് ഇഷ്യൂവും തമ്മിലുള്ള ബന്ധത്തെയാണ് നമ്മളിവിടെ ചർച്ച ചെയ്തത്. അപ്പോൾ നമ്മുടെ ശരീരത്തിലും ജീവിതത്തിലും അങ്ങനെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവയെ തിരുത്തുവാനുള്ള ശ്രദ്ധ നിങ്ങൾക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. തുടർന്ന് കാണുന്നതിന് മുമ്പായി ഈ വിഷയം ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.